ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിതാ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ യൂട്യൂബിൽ നിന്നും എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സമ്മാനമാണ് കേട്ടോ ഇത്. ഒരു അനിയത്തിക്കുട്ടിയാണ് എനിക്കിത് അയച്ചു തന്നേക്കുന്നത്. അവളുടെ പേര് ഇതിൽ ഒരിക്കലും മെൻഷൻ ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പേര് പറയണില്ല. ഒരു കുഞ്ഞ് അനിയത്തിയാണ്. അതുപോലെ കായംകുളത്ത് നിന്നാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. കൊച്ചുണ്ണിയുടെ നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഗിഫ്റ്റ് എന്താണെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നു. അവൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ എന്താ പറയുക കളക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ഗിഫ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ബോക്സിനകത്ത് വരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇതെല്ലാം ക്ലേ മോൾഡ്സ് ആണ് കേട്ടോ. സിലിക്കൺ മോൾഡുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡുകളും ഇതിനകത്തുണ്ട്. ഇതേ ഫേസ് ആയിട്ടുള്ള 2 ഫേസ് വരുന്ന രീതിയിലുള്ള ഒരു സിലിക്കൺ മോൾഡാണ് ആദ്യമായിട്ട് എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാനിതൊക്കെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ക്ലേ വർക്കുകളൊക്കെ നിറയെ ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് വാങ്ങിക്കാനാണ് ഓർത്തിരുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും കക്ഷി ഇതെല്ലാം കളക്ട് ചെയ്ത് എനിക്ക് അയച്ചു തരുമായിരുന്നു. എൻ്റെ കയ്യിൽ ആകെ ഒരു എന്താ പറയുക സ്റ്റിക്ക് പോലത്തെ ഒരു 5-6 ടൂൾസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ സിലിക്കൺ മോൾഡിൻ്റെ ടൈപ്പ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആൾ പല പ്രാവശ്യമായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കായിരുന്നു ആൾ അയച്ചു തന്നെ. അവിടെ നിന്ന് ഇപ്പോൾ ഈസ്റ്ററിന് പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതേ നല്ല ഭംഗിയുള്ള മോൾഡുകളാണ്. നമുക്ക് മിറേഴ്സ് വെക്കുന്ന പോലെയുള്ള മോൾഡുകളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ കിട്ടിയത് കുറേ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സൊക്കെ നമുക്ക് ക്ലേയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് മോൾഡുകളാണ് പിന്നെ കുറേ അയച്ചു തന്നിട്ടുള്ളത്. ഇതാ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ എണ്ണി വെച്ചിട്ടില്ല എത്ര എണ്ണം ഉണ്ടെന്നൊന്നും. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും സന്തോഷമായിരുന്നു കേട്ടോ കിട്ടിയപ്പോൾ. എന്തായാലും ആ അനിയത്തിക്കുട്ടിക്ക് ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് നന്ദി പറയുകയും കൂടി ചെയ്യാണ് ഞാൻ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോരുമ്പോൾ അത് ഓപ്പൺ ചെയ്യാതിരുന്നത്. ഇവിടെ പാലക്കാട് വന്ന ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്. നല്ല നല്ല മോൾഡുകളാണ് കേട്ടോ തന്നിട്ടുള്ളത് അത്രയും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ല നല്ല വർക്കുകൾ വരുന്നതായിരിക്കും. എനിക്ക് ആദ്യമായിട്ടാണ് യൂട്യൂബ് തുടങ്ങിയ ശേഷം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെയെന്നല്ല, ഈ ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ട് കിട്ടുന്നത് തന്നെ ആദ്യമായി ഈ ഒരു ആളാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയിട്ടില്ല എന്നൊന്നുമല്ല. ഗിഫ്റ്റ് പിന്നെ എനിക്ക് തന്നത് ആതിരയും ജനൂസും മറ്റേ എന്താ പറയുക ചെന്നൈ ട്രിപ്പ് പോയി വന്നപ്പം അവർ കൊണ്ടുവന്ന കമ്മൽ അത് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പിന്നെ കിട്ടിയൊരു ഗിഫ്റ്റ് എന്ന് പറയാനുള്ളത്. ഇതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ഞാൻ ഒത്തിരി സന്തോഷിച്ച നിമിഷങ്ങളാണ് കേട്ടോ. ഈ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയ സമയത്ത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും നന്ദി പറയുകയാണ്. എന്താ പറയുക, ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. അതാണ് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഈ മോൾഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല നല്ല വർക്കുകൾ പോസ്റ്റ് ചെയ്യുന്നത് പ്രത്യേക ആൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലേ വർക്കുകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കക്ഷി കൂടിയാണ്. അപ്പോൾ ഇനിയും ഞാനിതാ ഈ ഒരു മോൾഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല നല്ല വർക്കുകൾ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ കുറേ ബട്ടർഫ്ലൈയുടെ ഷേപ്പും അതുപോലെ ഹാർട്ട് ഷേപ്പ് പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് ലീഫ് ഷേപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ഷേപ്പുകളുണ്ട് ഇതിനകത്ത്. ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അത് മാത്രമല്ല ഓരോ ഷേപ്സും പല സൈസിൽ വരെ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാവം അത്യാവശ്യം രൂപയൊക്കെ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ പോയാലും ഒരു 1000 റുപ്പീസിന് മേലെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. കാരണം ഞാനിത് ആമസോണിൽ ചെക്ക് ചെയ്തായിരുന്നു ഒരിക്കൽ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഒന്നിച്ചിതുപോലെ വാങ്ങിച്ച് വെക്കേണ്ടെന്ന് ഓർത്തിരിക്കുമായിരുന്നു. എങ്കിലും എന്താ പറയുക, ഒരു ഭാഗ്യം എന്നോണം ആളെനിക്കിത് അതുപോലെ നിറയെ അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാനപ്പോൾ ഈ ഒരു ക്ലേ വർക്കുകളൊക്കെ ഈ ഒരു മോൾഡുകൾ വെച്ചിട്ട് ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. ഈ ഫേസ് പോലെയുള്ള മോൾഡ് ഇതുപോലെ ഒരിക്കൽ ഞാൻ എന്തോ ഒരു ഡോൾ മേക്കിങ്ങോ എന്തോ ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്ത് ആലോചിച്ചതായിരുന്നു വാങ്ങിക്കാമെന്ന്. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ടോ എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ ദൈവനിശ്ചയം ഇതായിരിക്കും, എനിക്കിങ്ങനെ കിട്ടാനായിരിക്കും ചിലപ്പോൾ ദൈവം വിചാരിച്ചിട്ടുണ്ടാവാമെന്ന് എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ എന്തായാലും ഒരുപാട് മോൾഡുകൾ കിട്ടിയ ഒരു സന്തോഷം. ഇതൊക്കെ ഇനി എന്താ പറയുക നോക്കി ഞാൻ ഒരുപാട് നേരം ഇരുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. എൻ്റെ ഹസ്ബൻഡിനോടും മമ്മിയോടും ഒക്കെ അതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് എത്തിയിരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. ആളെനിക്ക്
കുറേ നാളുകൊണ്ട് കളക്ട് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ഇത്ര അധികമൊക്കെ എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചൊക്കെ മോൾഡുകൾ ഉണ്ടാവും എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആളെന്നോട് പറഞ്ഞിരുന്നു ക്ലേ മോൾഡുകളാണ് ചേച്ചിയുടെ ക്ലേ വർക്കുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇതാണ് അയച്ചു തരണേന്ന് എനിക്കറിയായിരുന്നു. എങ്കിലും ഇത്ര അധികം മോൾഡുകൾ ആൾ എനിക്ക് വേണ്ടി കളക്ട് ചെയ്ത് അയച്ചു തരുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ആ അനിയത്തിക്കുട്ടിയോട് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നന്ദി പറയുകയാണ്. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഞാൻ നന്ദി പറയുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എന്നോട് കുറേ പേര് റെക്കമെൻഡ് ചെയ്തൊരു വീഡിയോ കൂടിയാണ് ഇത്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലേ വർക്കൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ക്ലേ വർക്ക് ചെയ്യുന്ന ടൂൾസൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട്. അന്ന് ഈ ഒരു എന്താ പറയുക, അന്ന് എനിക്ക് കാണിച്ചു തരാൻ മാത്രമുള്ള ടൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം കൈകൊണ്ട് തന്നെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ടൂൾസ് ഞാൻ പറഞ്ഞത് സ്റ്റിക്ക് ടൈപ്പിലുള്ള കുറച്ച് ടൂൾസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ആ ടൂൾസ് അല്ലാതെ വേറെ ഒന്നും എനിക്ക് കാണിച്ചു തരാനായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ആ ഒരു കമൻറ്റ് ചോദിച്ച ആൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വർക്കുകളായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സ്നേഹം തുടർന്നും വേണം. അപ്പോൾ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ തന്നെ നോക്കി പ്രസ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. കാരണം വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോഴല്ലേ ഒത്തിരി ആൾക്കാർ കാണുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോസ് എത്തും ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.